ഓഗസ്റ്റ് 21 രാത്രി 7:45 തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുമ്പോൾ 2-3 പേരുണ്ട് അവിടെ. ബാക്കിയുള്ളവർ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടതാത്രേ. സവാരിയിലെ വിജിലും ശ്രീരാജും എത്തി. രാത്രി കഴിക്കാനുള്ള ഭക്ഷണ കിറ്റ് റെഡി. ജ്യൂസ്, ബിസ്ക്കറ്റ്, ആപ്പിൾ, നെല്ലിക്ക എല്ലാം ഉണ്ട്. പുരുഷ മാഷ്, വത്സല ടീച്ചർ, വിജയം മാഷ്, വനജ ടീച്ചർ, കെ ബാലകൃഷ്ണ മാഷ്, ബാല ടീച്ചർ, പിന്നെ സഫാരി ടീമിലെ വിജിലും ശ്രീരാജും. പരിചയക്കാരൊക്കെ ഉണ്ട്. സമാധാനം. എന്നാലോ നിമിഷങ്ങൾക്കകം മറ്റെല്ലാവരും പരിചിതരായി മാറി. എഴുത്തുകാർ, സംഗീതജ്ഞർ, കവികൾ, ചിത്രകാരന്മാർ, ഗായകർ. യാത്ര സമ്പുഷ്ടമാകാൻ ഇനി എന്തു വേണം? യാത്രയെ ലെവലേശം ബോറടിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോയവർ ഇവരൊക്കെയാണ്. പലതരം ജോലികളിൽ നിന്ന് ഒരുമിച്ചവരും കച്ചവടക്കാരും. വൈവിധ്യമുള്ള ചേരുവ. ഒഴുകുന്ന ഒരു കൊച്ചു മാനവ സമൂഹമായി മാറി 40 പേരടങ്ങുന്ന ഞങ്ങളുടെ ടീം. അപ്പോൾ നമ്മൾ ടോട്ടല് 40 പേരാണ്. ഞാൻ ശ്രീരാജ് അടക്കം ഈ ഗ്രൂപ്പിലുള്ളത് 40 പേരാണ്. 41 പേരുണ്ടായിരുന്നു. ഒരാൾക്ക് അവസാന നിമിഷം വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് വിജിൽ ദാസ്. കുറേ പേർക്ക് അറിയാം, കുറേ പേര് എൻ്റെ കൂടെ ഒരുപാട് യാത്ര വന്ന ആൾക്കാരാണ്. ഞാനിപ്പോൾ ഒരു വിയറ്റ്നാം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ ഓടിയെത്തുക സംവിധായകൻ സിദ്ദിഖിൻ്റെ സൂപ്പർ ഹിറ്റ് സിനിമയായി വിയറ്റ്നാം കോളനിയാണ്. ഫോട്ടോഗ്രാഫർ നിക്കുട്ടിൻ്റെ ക്യാമറയിൽ പതിഞ്ഞ യുദ്ധഭീകരതയിൽ വസ്ത്രം പോലും ഇല്ലാതെ ഭയന്നോടുന്ന 9 വയസ്സുകാരിയായ ഫാൻ തി കിം ഫുക്കി എന്ന പെൺകുട്ടിയുടെ ചിത്രമാണ് രണ്ടാമതെത്തുക. യുദ്ധങ്ങളുടെ നാടായ വിയറ്റ്നാമിനെ ലോക മനസ്സാക്ഷിക്ക് മുന്നിൽ ചോദ്യചിഹ്നമാക്കിയത് പുലിസ്റ്റർ പുരസ്കാരം നേടിയ ഈ ചിത്രമാണല്ലോ. കോളനി കീഴടക്കാൻ പുറത്തുനിന്നെത്തിയ മുതലാളിമാരുടെ തന്ത്രങ്ങളെ സാധാരണക്കാരായ നാട്ടുകാരെ അണിനിരത്തി തുരത്തുന്ന സിനിമയുടെ പ്രമേയം വിയറ്റ്നാമിൻ്റെ ചരിത്രവുമായി ഇഴചേരുന്നതാണ്. 1940 മുതൽ 1975 വരെയുള്ള തുടർച്ചയായ യുദ്ധങ്ങൾ വിയറ്റ്നാമിനെ അടിമുടി തകർത്ത് തരിപ്പണമാക്കിയിരുന്നു. അങ്ങനെ രാത്രി 9:45 സിംഗപ്പൂരിൻ്റെ സ്കൂട്ട് കമ്പനിയുടെ വിമാനത്തിൽ വിയറ്റ്നാമിലേക്കുള്ള യാത്ര ആരംഭിച്ചു. രണ്ടാം ദിവസം, അതായത് 22-ാം തീയതി പുലർച്ചെ സിംഗപ്പൂരിലിറങ്ങി ഏതാനും മണിക്കൂർ കാത്തു നിന്നാണ് വിയറ്റ്നാമിലേക്ക് പറന്നത്. വിയറ്റ്നാം എയർപോർട്ടിൽ ഗൈഡ് സൂം വിയറ്റ്നാം തൊപ്പി തന്ന് ഞങ്ങളെ സ്വീകരിച്ചു. സുന്ദരമായ രേസി വാഹനത്തിൽ ഞങ്ങൾ 40 പേർ വിയറ്റ്നാം എന്ന സുന്ദരഭൂമിയുടെ ചരിത്രവും സൗന്ദര്യവും ഒപ്പിയെടുക്കാനുള്ള യാത്ര ഇതാ ഇവിടെ ആരംഭിക്കുകയാണ്. നമുക്കല്പം വിയറ്റ്നാം ചരിത്രത്തിലൂടെ കടന്നു പോകാം. പുരാവൃത്തമനുസരിച്ച് വ്യാളി ദേവനായ ലാഗ്ലോങ് കവാന് അപ്സരസായ ഔക്കോക്കിയിലുണ്ടായ 100 മക്കളുടെ പിൻഗാമികളാണ് വിയറ്റ്നാംകാരെന്നാണ് അവരുടെ വിശ്വാസം. 2500-ലധികം വർഷത്തെ ചരിത്രമുണ്ട് വിയറ്റ്നാമിന്. ഒട്ടേറെ രാജവംശങ്ങളിവിടെ ഭരണം നടത്തിയിട്ടുണ്ട്. BC 111 ചൈനയിലെ ഹാൻ രാജവംശം വിയറ്റ്നാമിനെ ഭരണം സ്ഥാപിച്ചു. നൂറ്റാണ്ടുകൾ നീണ്ട ചൈനീസ് വാഴ്ചയിൽ നിന്നും AD 939 വിയറ്റ്നാം മോചിതമായി. പിന്നീട് ഒട്ടേറെ വംശങ്ങളുടെ ഭരണത്തിലൂടെ വിയറ്റ്നാം കടന്നുപോയി. 13-ാം നൂറ്റാണ്ടിൽ മംഗോളിയക്കാർ ആക്രമിച്ചു. 3 മംഗോളിയൻ ആക്രമണത്തെ വിയറ്റ്നാം ചെറുത്തു നിന്നു. 15-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ചൈനയിലെ മിങ് വംശം വിയറ്റ്നാമിൽ ആധിപത്യം സ്ഥാപിച്ചു. എന്നാൽ വർഷങ്ങൾ നീണ്ട ഒളിപ്പോരിലൂടെ വിയറ്റ്നാം അവരെ പുറത്താക്കി. 1802-ൽ എൻഗുയെങ് അങ് തൻ്റെ ആഭ്യന്തര യുദ്ധ വിജയത്തിലൂടെ ഏകീകൃത വിയറ്റ്നാം രൂപപ്പെടുത്തി. മിങ്മാങ്, തുർദുക് തുടങ്ങിയ ചക്രവർത്തിമാരുടെ കാലത്ത് ക്രിസ്തുമതം സ്വീകരിച്ചവരും വിദേശികളും കൂട്ടക്കൊല ചെയ്യപ്പെട്ടു. ഇത് യൂറോപ്യൻ കത്തോലിക്ക രാഷ്ട്രങ്ങളെ പ്രകോപിപ്പിച്ചു. നെപ്പോളിയൻ 3-ാമൻ ചക്രവർത്തിയുടെ ഉത്തരവ് പ്രകാരം 1858 ഓഗസ്റ്റിൽ ഫ്രഞ്ച് സൈന്യം വിയറ്റ്നാമിലെത്തി. നൂറ്റാണ്ടുകൾ നീണ്ട അധിനിവേശത്തിൻ്റെ തുടക്കമായിരുന്നു അത്. വിയറ്റ്നാമിൽ ആധിപത്യം നേടിയ ഫ്രാൻസ് വിയറ്റ്നാമിനെ രണ്ടായി വിഭജിച്ചു. ടോൺകിൻ എന്ന വടക്കൻ വിയറ്റ്നാമും അന്നാം എന്ന തെക്കൻ വിയറ്റ്നാമും. ഇതോടൊപ്പം കംബോഡിയ കൂടി കൂട്ടിച്ചേർത്ത് അവർ 1887 ഒക്ടോബറിൽ ഫ്രഞ്ച് ഇൻഡോ ചൈന രൂപവൽക്കരിച്ചു. 1889-ൽ ലാവോസും അതിനോട് കൂട്ടിച്ചേർത്തു. വിയറ്റ്നാമിൻ്റെ തലസ്ഥാനവും രാജ്യത്തെ 2ാമത്തെ വലിയ നഗരവുമാണ് ഹാനോയ്. സിംഗപ്പൂരിൽ നിന്ന് കയറിയ ഞങ്ങൾ ഹാനോയ് എയർപോർട്ടിലാണ് വിമാനമിറങ്ങിയത്. 1010 മുതൽ 1802 വരെ വിയറ്റ്നാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കേന്ദ്രമായിരുന്നു ഈ നഗരം. 1802 മുതൽ 1945 വരെ ഭരിച്ച ൻഗുയൻ രാജവംശത്തിലെ ഭരണകാലത്ത് ഹുയ നഗരമായിരുന്നു വിയറ്റ്നാമിൻ്റെ തലസ്ഥാനം. 1902 മുതൽ 1954 വരെ ഫ്രഞ്ച് ഇന്തോ ചൈനയുടെ തലസ്ഥാനമായ ഹനോയ് പിന്നീട് വടക്കൻ വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമായിരുന്നു. വിയറ്റ്നാം യുദ്ധത്തിന് ശേഷം 1976-ൽ ഏകീകൃത വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമായി ഹനോയ് മാറി. ബനാറസ് ഹോട്ടലിൽ നിന്ന് ഉച്ചയ്ക്ക് ഇന്ത്യൻ ഭക്ഷണം കിട്ടി. സൂപ്പർ. ഈ ഹോട്ടൽ പണ്ടൊരു ചർച്ചായിരുന്നു അത്രേ. ഉച്ചഭക്ഷണത്തിന് ശേഷം പഴയൊരു ഫ്രഞ്ച് പള്ളി സന്ദർശിച്ചു. വിയറ്റ്നാമിൻ്റെ രാഷ്ട്രീയ ആസ്ഥാനമായ ബാദിൻ ചതുരത്തിലേക്കാണ് പിന്നീട് പോയത്. പ്രസിഡന്റിൻ്റെ കൊട്ടാരം, ദേശീയ അസംബ്ലി കെട്ടിടം, സർക്കാർ ഓഫീസുകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആസ്ഥാനം എല്ലാം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഫ്രഞ്ച് ക്വാർട്ടേഴ്സ് എന്നാണ് നേരത്തെ അറിയപ്പെട്ടിരുന്നത്. ഫ്രഞ്ച് അധീനകാലത്തും ഇവിടെയായിരുന്നു ആസ്ഥാനം. വിയറ്റ്നാം പോരാളിയും പ്രസിഡന്റുമായിരുന്ന ഹോച്ചിമിൻ്റെ
മുസോളിയം വികാരങ്ങൾ ഉണർത്തുക തന്നെ ചെയ്യും. റഷ്യൻ സന്ദർശനത്തിൽ ലെനിൻ്റെ കുടീരം കണ്ടപ്പോൾ തോന്നിയ അതേ വികാരം. സോഷ്യലിസ്റ്റ് വിയറ്റ്നാം നീണാൾ വാഴട്ടെ എന്നെഴുതിയ കവാടമാണ് ഞങ്ങളെ സ്വീകരിച്ചത്. ചുവന്ന നദിയുടെ തീരത്ത് ലൈ നാം ഡേ രാജാവ് 6-ാം നൂറ്റാണ്ട് നിർമ്മിച്ച ട്രാൻക്വക് പഗോഡ കാഴ്ചയ്ക്ക് സുന്ദരം. 1615 നദി ഗതി മാറി ഒഴുകിയാണ് ഇവിടെ എത്തിയത്. ഇവിടെ കാണുന്ന ബോധിവൃക്ഷം ബോധഗയയിൽ നിന്ന് കൊണ്ടുപോയി നമ്മുടെ മുൻ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ് 1959 സന്ദർശന വേളയിൽ സമ്മാനിച്ചതാണത്ര. 1 മണിക്കൂർ നീണ്ടു നിന്ന ഒരു പാവനാടകം കണ്ടു. പിന്നീട് സാധാരണ എന്നതിൽ വ്യത്യസ്തമാണ് ഈ നാടകം. പാവകളെ വെള്ളത്തിൽ നിർത്തി കർട്ടന് പുറകിൽ നിന്ന് ചലിപ്പിക്കുന്ന അപൂർവമായ കാഴ്ച. ഷോപ്പിങ്ങിനായി കുറച്ച് സമയം ബാക്കിയുണ്ട്. ഡോളറുണ്ട് എല്ലാവരുടെയും കയ്യിൽ. ഗൈഡ് സൂം വിയറ്റ്നാം ഡോങ്ങാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുന്നതിനിടയിൽ ഷോപ്പിങ്ങിനുണ്ടായ സമയം അങ്ങ് തീർന്നു. എന്നാൽ ഒരു സൈക്കിൾ സവാരി ആയാലോ? സൈക്കിൾ റിക്ഷയിൽ നഗരം ചുറ്റി കണ്ടു. രാത്രി ഹോട്ടലിലേക്ക് മടങ്ങി. ഹോട്ടലിൻ്റെ പേര് മിനാസി പ്രീമിയം.